പറയാതെ ഇരച്ചെത്തിയ മലവെള്ളം തകർത്തത് കൂട്ടിക്കൽ എന്ന ഗ്രാമത്തിന്റെ ജീവനെയായിരുന്നു. പലരുടെയും ഉറ്റവരെ വെള്ളം കൊണ്ടുപോയി. കൂട്ടിക്കൽ കൊടുങ്ങ സ്വദേശി അഷ്റഫിനും ഉരുൾ ബാക്കി വെച്ചത് നിറമില്ലാത്ത കുറച്ച് സ്വപ്നങ്ങളെ മാത്രമായിരുന്നു. ആകെ ഉണ്ടായിരുന്ന വീടും ജീവിതത്തിന് കരുത്തായിരുന്ന കടയും ഉരുളിൽ ഒലിച്ചുപോയി. ഇവിടുത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഭീകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയായിരുന്നു സംഭവിച്ചത്. അപ്പം അവിടെ സംഭവിച്ച പോലെ തന്നെ ഇത് പകലായത് കാരണമാണ് കുറച്ചൊക്കെ ആൾക്കാർക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് തെച്ചത്. അവിടെ വയനാട് സംഭവിച്ച പോലെ രാത്രി ആയിരുന്നെങ്കിൽ അതിൽ കൂടുതലൊരു മരണം ഒരുപക്ഷെ ഇവിടെയും സംഭവിക്കുമായിരുന്നു. അത് ഈ ശക്തമായിട്ടുള്ളൊരു പ്രളയമാണ് അന്ന് ഉണ്ടായത്. ദുരന്തത്തിന് ഒരാഴ്ച മുൻപ് അഷ്റഫ് തന്റെ മകന് വാങ്ങി നൽകിയ ഈ സൈക്കിൾ മാത്രമാണ് ഉരുൾ ബാക്കി വെച്ചത്. ദുരന്തമുഖത്ത് വിറങ്ങലിച്ചു നിന്ന കൂട്ടിക്കലിനെയും അഷ്റഫിനെയും ഒറ്റയ്ക്കാക്കാൻ മലയാളി തയ്യാറായിരുന്നില്ല. സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും വീട് വെച്ച് നൽകാനായി മുന്നിട്ടിറങ്ങി. മണ്ടയം തോട്ടത്തിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഉരുൾ വരികയും ആ വീട് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന് സന്നദ്ധ സംഘടനകളും സർക്കാരും എല്ലാം അതിൻ്റെ സഹായഹസ്തങ്ങളുമായിട്ട് വരികയും നമുക്ക് ആ ഒരു സന്നദ്ധ സംഘടനയിൽ നമുക്കൊരു വീട് കിട്ടുകയും ചെയ്തു. ആ വീടിൻ്റെ ആണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത്. അഷ്റഫിന് അങ്ങനെ പുതിയ വീട് കിട്ടി. മകൻ അൻവറിന് സൈക്കിളും. ഇതുപോലുള്ള ഒരുപാട് അഷ്റഫുമാർ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇതിനെയും അതിജീവിക്കും. കാരണം ഈ നാടിന്റെ പേര് കേരളം എന്നാണ്. അതിജീവനത്തിന്റെ കഥയാണ് കൂട്ടിക്കലിനും അഷ്റഫിനുമൊക്കെ നമ്മളോട് പറയാനുള്ളത്. നമ്മൾ ഇതിനെയും അതിജീവിക്കും. ഈ കാലവും കടന്നുപോകും. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം ഷിനോജോസ്റ്റി, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.